അപ്പോൾ ഈ മഴയത്തൊക്കെ കഴിക്കാൻ നമുക്ക് നല്ലൊരു വട ഉണ്ടാക്കിയാലോ? നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വടയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉഴുന്നാണ്. അപ്പോൾ ഈ ഉഴുന്ന് നമുക്ക് ഒരു 4 മണിക്കൂർ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെക്കാം ഫസ്റ്റ് തന്നെ. അപ്പം ഞാനൊരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉഴുന്നിനെല്ലാം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒരു 2-3 പീസ് ഇഞ്ചി കൂടി ഇട്ടിട്ട് നമുക്കിതിനെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ചായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ അരച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ നന്നായി കിട്ടും കേട്ടോ. ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായി കിട്ടും. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം അധികം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. വെള്ളം അധികം ചേർക്കാതിരിക്കാൻ നോക്കണം. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലോണം ഒരു ഇത് വരുന്നത് വരെ നന്നായി അങ്ങ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയുള്ളി എടുക്കുക, പിന്നെ കറിവേപ്പില, പച്ചമുളക് അത്രയും ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ ഈ ഉഴുന്ന് അരച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഉഴുന്നല്ലേ നമ്മളിതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും നമ്മുടെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായി അങ്ങ് ഇളക്കി വയ്ക്കുക. പിന്നെ വെള്ളം ചേർക്കുമ്പോഴാണ് പ്രത്യേകം നോക്കേണ്ടത് കേട്ടോ. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ മാവ് കയ്യിലേക്ക് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ ഇതിന് ഉള്ളൊന്നും നന്നായി വെന്ത് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ കുറച്ചാക്കി ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവടയുടെ വേറൊരു രൂപമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഉഴുന്നുവടയുടെ ഷേപ്പ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ഇതും നല്ലൊരു വടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.